രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. പൊതുവേ സാമ്പാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഒഴിച്ചുകറിയല്ലേ. അപ്പോൾ സാമ്പാർ പല തരത്തിലുണ്ട്, പല വിധത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോണത് ചെറിയുള്ളി കൊണ്ടുള്ള സാമ്പാറാണ്. ഞങ്ങളുടെ പാലക്കാട് രീതിയിൽ തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കിയെടുത്ത സാമ്പാറാണ്. ഈ ഒരു സാമ്പാർ നമുക്ക് ടിഫിനും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ചോറിനും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ രുചിഭേദങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി സാമ്പാറിന് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളി തന്നെയാണ്. ഇതിനെ പലയിടത്തും കുഞ്ഞുള്ളി, കൊച്ചുള്ളി എന്നൊക്കെ പറയാറുണ്ട്. ഇത് തോല് കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചതാണ്. അതുപോലെ തന്നെ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ എടുത്ത് 2 കപ്പ് നല്ലോണം ഉണ്ട് കേട്ടോ. ഇനി ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ നമ്മുടെ ഈ സാമ്പാറിന് ഉപയോഗിക്കണം കേട്ടോ, എന്നാലേ ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് ശേഷം ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറണ വരെ വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് കളർ മാറിയാൽ മതി കേട്ടോ, അത് പറഞ്ഞ് ഒരുപാട് ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തത് നമുക്ക് വേണ്ടത് തോരപ്പരിപ്പാണ്. ഇതിലൊരു കപ്പ് ഉണ്ട്. ഇത് വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുക്കറിൽ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ രണ്ടാമത് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ചെറിയുള്ളി വഴറ്റിയതും അതുപോലെ തന്നെ 2 തക്കാളി ചെറുതായിട്ട് മുറിച്ചതുമാണ്. ഇതിനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവണ നേരം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാം. അതിനായിട്ട് ഇവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ, 1 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഒരു ഗോൾഡൻ നിറമാവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് വേറൊരു സാമ്പാർ ഇട്ടിട്ടുണ്ട്. ആ സാമ്പാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കണേ, പക്ഷേ അതിലെല്ലാം റോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത്. സദ്യക്ക് എങ്ങനെയാണോ ഉണ്ടാക്കാറ് അതുപോലെ തന്നെയാണ് അതിലുണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. കഷ്ണങ്ങൾ മാത്രമേ മാറുള്ളൂ. കാണാത്തവർ അതൊന്ന് കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ സാമ്പാർ പൊടി. ഈ പൊടികളുടെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ചിലവർക്ക് കായപ്പൊടി കുറച്ച് തൂക്കലായിട്ട് വേണം തോന്നും സാമ്പാറിന്. അതുപോലെ തന്നെ ചിലവർക്ക് എരിവ്, ചിലവർക്ക് മല്ലിപ്പൊടി കൂടുതലായി വേണം തോന്നും. അതുകൊണ്ട് കറക്റ്റായിട്ടൊരളവ് പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ എരിവും ഒക്കെ കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ തേങ്ങ നന്നായിട്ട് ആറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതും അരപ്പും ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ചിലവർക്ക് സാമ്പാറിന് പൊതുവേ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ചിലവർക്ക് ഇത് നല്ല ഫൈനായിട്ട് അരച്ചതായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുളിയാണ്. 1 നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ പുളിവെള്ളം മാത്രമായിട്ട് ഒഴിക്കുകയാണ്. ഇനി ഈ പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചെറിയുള്ളിയും തക്കാളിയും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഈ കഷ്ണത്തിലൊക്കെ ഈ പുളി നന്നായിട്ട് പിടിച്ചൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരപ്പും പരിപ്പും ഒക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് വേണ്ട ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിനുമായി അതുപോലെ തന്നെ രാത്രി ഡിന്നറിനും, ഇപ്പോൾ ഇടിയപ്പം, ദോശ, ഇഡ്ഡലിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ സാമ്പാർ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ എപ്പോഴും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് കൂട്ടാനിലേക്ക് താളിച്ചിടണം. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം കൂട്ടാനിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ പാത്രപാകമായ ശേഷമാണ് സാമ്പാർ കഴിക്കേണ്ടത്. എന്നാൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ള ആ രുചി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.